ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. ഞാൻ ബാലേട്ടനെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ലെന്നും എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ഏട്ടൻ്റെ സ്ഥാനം മാത്രമാണ് ബാലേട്ടനുള്ളതെന്നും ശാരിക പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുകയാണ്, ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാക്കണം എന്ന് കരുതിയാണ് ഞാൻ വന്നത്. എനിക്കെന്താണെങ്കിലും ശാരികയെ അങ്ങനെയൊന്നും കാണാൻ സാധിക്കില്ല. ശാരിക ഇപ്പോഴെങ്കിലും ശാരികയുടെ നിലപാട് പറഞ്ഞ് നന്നായി. പിന്നെ ഇനി കേസിൻ്റെ പിന്നാലെയൊന്നും ബാലേന്ദ്രൻ വരില്ല. ബാലേന്ദ്രനെ ഇനി ഒന്നിനും നോക്കണ്ട. പിന്നെ ഹോട്ടൽ വന്ന ഒരുത്തനെ തീക്കുളിയെടുത്തെറിഞ്ഞില്ലേ, അവൻ ദേഹമാസകലം പൊള്ളി മെഡിക്കൽ കോളേജിൽ കിടപ്പുണ്ട്. അവന്റെ ചികിത്സാ ചെലവും കൂടി ഏറ്റെടുത്തോണം. ഇനി ഒന്നിനും ഈ ബാലേന്ദ്രനെ പ്രതീക്ഷിക്കേണ്ടെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ദേഷ്യത്തോടെ ബാലചന്ദ്രനെ നോക്കുകയാണ് ശാരിക. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. ചന്ദ്രബോസ് വരുന്നതും കാത്തു നിൽക്കുകയാണ് വിഷ്ണു. വിഷമത്തോടെ ശാരദാമ്മ വിഷ്ണുവിനെ നോക്കുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് ചന്ദ്രബോസ് വരികയാണ്. ബോസ് സാറേ, നമുക്കിത് പറഞ്ഞു തീർക്കാം, നമുക്കിത് കോംപ്രമൈസ് ആക്കാമെന്ന് വിഷ്ണു പറയുമ്പോൾ ചന്ദ്രബോസ് പറയുകയാണ്, അങ്ങനെയൊന്നും പറ്റില്ലല്ലോ വിഷ്ണു. നീയേ പോലീസ് ജീപ്പാണ് തട്ടിയെടുത്തുകൊണ്ട് പോയത്, അതുകൊണ്ട് നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയിരിക്കും. വിഷ്ണുമോനെ ഒന്നും ചെയ്യരുതെന്ന് ശാരദാമ്മ പറയുമ്പോൾ ലേഡി കോൺസ്റ്റബിളിനോട് ശാരദാമ്മയെ സെല്ലിൽ നിന്നും പുറത്താക്കി വിഷ്ണുവിനെ സെല്ലിൻ്റെ അകത്തേക്ക് കയറ്റാൻ പറയുകയാണ് ചന്ദ്രബോസ്. അങ്ങനെ വിഷ്ണുവിനെ സെല്ലിൻ്റെ അകത്തേക്ക് കയറ്റി സെല്ലിൻ്റെ കമ്പിയിൽ വിലങ്ങ് വെക്കുകയാണ് ചന്ദ്രബോസ്. തുടർന്ന് വിഷ്ണുവിനോട് പറയുകയാണ്, നീ ഇപ്പോൾ എല്ലാ അവതാരങ്ങളും ഒരുമിച്ച് കാണാൻ പോവുകയാണ്. നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താനേ ഒരൊറ്റൊരുത്തർ വിചാരിച്ചാലും നടക്കാനേ പോകുന്നില്ല. നിന്റെയൊക്കെ ശ്രീരഞ്ജിനി മേഡം വന്ന് നാണം കെട്ടിട്ട് പോയതാ. എന്താണെങ്കിലും നിന്റെ ഈ കൈയെങ്കിലും ഞാൻ ഒടിച്ചിരിക്കും. പിന്നെ ഇതൊന്നും കാണാൻ നിന്റെ ഭാര്യയില്ലല്ലോ, അങ്ങനെ ഒരു സങ്കടം എനിക്കുണ്ട്. എന്നാലും കുഴപ്പമില്ല, ദൈവരുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശാരദാമ്മയെ ചൂണ്ടിക്കാണിക്കുകയാണ് ചന്ദ്രബോസ്. ഇവരുടെ മുമ്പിൽ വെച്ച് നിനക്ക് അടി കിട്ടുമ്പോഴേ അതും കാണാൻ ഒരു സന്തോഷം തന്നെയാണ്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, എൻ്റെ ദേഹത്ത് നീ ഒരടിയടിച്ചാൽ നീ എന്നെ കൊന്നേക്കണം, അതാ നിനക്ക് നല്ലത്. ശരിയടാ, നിന്റെ ഇഷ്ടം എങ്ങനെയാണോ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് ചന്ദ്രബോസും പറയുന്നു. അതേസമയം ഒരു പോലീസ് ജീപ്പും ഒരു കാറും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അയ്യോ സാറേ, വേണ്ടെന്നൊക്കെ ശാരദാമ്മ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്. എന്നാൽ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വിഷ്ണുവിനെ അടിക്കാനായി ഓങ്ങുമ്പോൾ ആഭ്യന്തരമന്ത്രി വന്നിട്ടുണ്ടെന്ന് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുകയാണ്. ഏത് മന്ത്രി, പോയി പണി നോക്കാൻ പറ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് വീണ്ടും വിഷ്ണുവിനെ അടിക്കാൻ ഓങ്ങുമ്പോൾ മിനിസ്റ്റർ അകത്തേക്ക് കയറി വരികയാണ്. ആരാ ഇവിടുത്തെ SHO എന്ന് ചോദിക്കുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ ചന്ദ്രബോസ് ആണെന്ന് ASI പറയുകയാണ്. അയാൾ എവിടെയെന്ന് മിനിസ്റ്റർ ചോദിക്കുമ്പോൾ ഭയത്തോടെ വിഷ്ണുവിനെ അടിക്കാനായി ഓങ്ങിയ വടി നിലത്തേക്കിടുകയാണ് ചന്ദ്രബോസ്. ചന്ദ്രബോസ് എവിടെയെന്ന് മിനിസ്റ്റർ ചോദിക്കുമ്പോൾ ലോക്കപ്പിലാണെന്ന് ASI പറയുന്നു. ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറിന് എന്താ ലോക്കപ്പിലാണോ ഡ്യൂട്ടി? അപ്പോഴാണ് മന്ത്രി വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നത്. ഇതെന്താടോ ലോക്കപ്പിനുള്ളിൽ വിലങ്ങ് വെച്ചിരിക്കുന്നത്? തുടർന്ന് ചന്ദ്രബോസ് മന്ത്രിയുടെ മുന്നിലേക്ക് വരുമ്പോൾ മന്ത്രി ചോദിക്കുകയാണ്, തൻ്റെ യൂണിഫോം എവിടെ? അത് പിന്നെ സാർ ഊരി വെച്ചിരിക്കുകയാണ്. എന്നേക്കുമായി ഊരി വെക്കാതിരുന്നാൽ തനിക്ക് കൊള്ളാം. എന്താടോ മൂന്നാം മുറയൊക്കെ, താൻ ഏത് യുഗത്തിലെ പോലീസാണ്? ഏതാടോ ആ ചെറുപ്പക്കാരനെന്ന് മിനിസ്റ്റർ ചോദിക്കുമ്പോൾ പോലീസ് വാഹനം കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചയാളാണെന്ന് ചന്ദ്രബോസ് പറയുന്നു. ഇത് കേൾക്കുന്ന മിനിസ്റ്റർ ചോദിക്കുകയാണ്, നാണമില്ലടോ ഇതൊക്കെ കൊട്ടിഘോഷിക്കാൻ? എന്നിട്ട് പോലീസ് വാഹനം കിട്ടിയോ എന്ന് മിനിസ്റ്റർ ചോദിക്കുമ്പോൾ അവൻ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടെന്ന് ചന്ദ്രബോസ് പറയുന്നു. എന്നിട്ട് പിന്നെന്തിനാ അവനെതിരെ താൻ കേസെടുത്തത്? അവനെ പറഞ്ഞു വിട്ടേക്ക്. അത് പിന്നെ സാറെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ ഇത് ഹോം മിനിസ്റ്ററുടെ ഓർഡറാണെന്നും ഇപ്പൊ തന്നെ അയാളെ പറഞ്ഞു വിടാനും മിനിസ്റ്റർ പറയുന്നു. അങ്ങനെ വിഷ്ണുവും ശാരദാമ്മയും കൂടി മിനിസ്റ്ററുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതേസമയം സത്യഭാമയും അങ്ങോട്ടേക്ക് വരുന്നു. തുടർന്ന് മിനിസ്റ്റർ പറയുകയാണ്, ഈ ചെറുപ്പക്കാരനെതിരെയോ ഈ ചെറുപ്പക്കാരനായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എതിരെയോ ഒരു പോലീസ് നടപടികളും എടുക്കാൻ പാടില്ല. അപ്പോ പറഞ്ഞതുപോലെയെന്ന് മിനിസ്റ്റർ പറയുമ്പോൾ ഭാമ അങ്ങോട്ടേക്ക് വരികയാണ്. തുടർന്ന് സത്യഭാമയെ കണ്ടയുടൻ തന്നെ ചന്ദ്രബോസിനോട് മാറി നിൽക്കാൻ പറഞ്ഞ് മിനിസ്റ്റർ സത്യാമ്മയ്ക്കരികിലേക്ക് ചെല്ലുകയാണ്. സത്യാമ്മേ, ഇത്രയും മതിയോ? ധാരാളം, നന്ദിയുണ്ട് ഷൺമുഖദാസ്. സത്യാമ്മ എനിക്ക് ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്തെന്ന് മിനിസ്റ്ററും ചോദിക്കുന്നു. എന്നാൽ ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിഷ്ണു. അങ്ങനെ മിനിസ്റ്റർ അവിടെ നിന്ന് പോയതിനു ശേഷം ചന്ദ്രബോസിന്റെ അടുത്തേക്ക് ദേഷ്യത്തോടെ ചെല്ലുകയാണ് സത്യഭാമ. തുടർന്ന് വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭാമ പറയുകയാണ്, ചന്ദ്രബോസ്, ഇതേ സത്യഭാമയുടെ മകൻ വിഷ്ണു ആണ്. ഞാൻ വിചാരിച്ചാൽ ചന്ദ്രബോസിനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലായല്ലോ. എൻ്റെ മോൻ്റെ ദേഹത്ത് നീ കാരണം ഒരു പോറലെങ്കിലും വീണാലേ നിന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് വേറെ ഏതെങ്കിലും സ്റ്റേഷനിലേക്കല്ല, ഈ ലോകത്തുനിന്ന് തന്നെ ഞാൻ നിന്നെ അങ്ങ് ട്രാൻസ്ഫർ ചെയ്യും. നിനക്കുള്ള എൻ്റെ മുന്നറിയിപ്പാണ്, ആദ്യത്തെയും അവസാനത്തെയും. മനസ്സിലായോ എന്ന് ചോദിച്ചുകൊണ്ട് വിഷ്ണുവിനെയും വിളിച്ചുകൊണ്ട് സത്യഭാമ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിഷ്ണു ശാരദാമ്മയും കൊണ്ട് സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഭാമ ചോദിക്കുകയാണ്, നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ? എനിക്ക് ശാരദാമ്മയെ കൊണ്ടാക്കണം, ശാലിനിയെ എക്സാം സെന്ററിൽ നിന്നും വിളിക്കാനും പോകണം. അത്രയും പറഞ്ഞ് വിഷ്ണു ശാരദാമ്മയെ കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത്
വിഷമത്തോടെ വിഷ്ണുവിനെ നോക്കുകയാണ്. സത്യഭാമ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.